എല്ലാ പ്രേക്ഷകർക്കും ബിഗ് ടിവിയുടെ ഓണാശംസകൾ നേർന്നുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇന്ന് കിടു രുചി അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വൈവിധ്യങ്ങളുമായിട്ട് എത്തുകയായിരുന്നു. അതായത് ഒരു സദ്യയുടെ സൈഡിലുള്ള എല്ലാ കറികളെക്കുറിച്ച്, ആ സദ്യ വട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട വിഭവങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നേ പ്രധാനപ്പെട്ട അതിഥികളെ കൂടി ഇങ്ങോട്ട് വിളിക്കാനായിട്ടുണ്ട്. ബിഗ് ടിവിയുടെ ചീഫ് എഡിറ്റർ സുജയ പാർവതിയാണ് ഞാൻ എൻ്റെ കൂടെ കൂട്ടുന്നത്. ഒത്തൊരു എതിരാളി ഇതുവരെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. പക്ഷേ കക്ഷി അങ്ങനൊന്നുമല്ല, അതുക്കും മേലെയാണ്. സോ സുജയ പാർവതി, വെൽക്കം ടു കിടു രുചി പവർഡ് ബൈ കാഞ്ചന ഫുഡ്സ്. ഇങ്ങനൊരു പൊസിഷനിൽ ചീഫ് എഡിറ്ററിനെ കിട്ടുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഇല്ല, ഇത് കുറെ ജോലി എടുത്ത് തോന്നുന്നു. അങ്ങനെയല്ല. സാധാരണ ചീഫ് എഡിറ്റർ ആണല്ലോ ഏറ്റവും മുകളിലിരിക്കുന്നത്, നമ്മളോട് കാര്യങ്ങൾ പറയുന്നതും. ഇവിടെ നിന്ന് ഞാൻ മേളിൽ ഇരുന്നിട്ടേ ഇല്ല, എപ്പോഴും താഴെ. അങ്ങനെ പറയരുത്. ക്രിറ്റിസിസത്തിന്റെ ഒരു വേളയാണ്. ചീഫ് എഡിറ്റർ കുക്ക് ചെയ്യുന്നു, ഞാൻ അഭിപ്രായം പറയുന്നു. ആ വേളയിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ പ്രതികാരം വീട്ടാനൊരു അവസരം കാത്തിരിക്കാറുണ്ടല്ലേ? പ്രതികാരം വീട്ടാനുള്ളതാണ്. അപ്പൊ പാചകത്തിലും സുജയാണ് മുന്നിൽ എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതൊക്കെ ചുമ്മാ പറയുന്ന ആണോ? ഇന്ന് അതായത് രേണുവിനെ കാണാത്തോണ്ട് കഴിഞ്ഞ 9 ദിവസമായിട്ട് എന്തൊരു പെർഫോമൻസ് ആണ് രേണു. സുജയ, നമുക്ക് തുടങ്ങാം. അപ്പൊ ഒരു വശത്ത് ബിഗ് ടിവിയുടെ ചീഫ് എഡിറ്റർ ആണ് ബിഗ് ടിവിയെ പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ, പക്ഷെ നമ്മൾ രണ്ടുപേരും പോരാ. ആരാണ് അത് ഈ തിരുവോണ ദിവസം കഴിഞ്ഞ 9 ദിവസമായിട്ട് എല്ലാവരും ഏറെക്കുറെ കണ്ടു കഴിഞ്ഞു. പക്ഷെ കാണാത്ത മുഖങ്ങളുണ്ടേ. ശരിക്കും പാചകം അറിയാവുന്ന ആളുകൾ ആണെന്നുണ്ടെങ്കിൽ മത്സരത്തിന് കുറച്ചും കൂടെ ഒരു ഇത് വരും, പവർ കിട്ടും. സുജയുടെ മുഖം കണ്ട ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഇതിനെ എതിരിടാൻ അത് ഞാൻ എനിക്കൊന്നും അറിയത്തില്ലെങ്കിൽ ഈ കോൺഫിഡൻസ് കാണിക്കില്ല. എനിക്കറിയാം, പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആരാണ് ഇന്ന് സുജയ്ക്കൊത്തായ എതിരാളി? ആരാണ്? പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമില്ലേ? ആരായിരിക്കും? വിളിച്ചിട്ട് വന്നില്ലേ? ആരാ ഹാപ്പി ഓണം. ഞാനങ്ങ് പോട്ടെ എന്നാ. ഇത് നല്ല പാചകം അറിയാവുന്ന, നന്നായിട്ട് പാചകം ചെയ്യുന്ന ആളാണ്. പാചകമല്ല, ഞാൻ പാചകമുണ്ട്. അങ്ങോട്ട് പോരാൻ നേരത്ത് പറഞ്ഞതെന്നറിയാമോ? ഞാൻ പ്രതിയോഗം ഇപ്പൊ ചോദിച്ചില്ലേ, എന്റെ വീട്ടില് എന്റെ വൈഫിനോട് അവള് എന്ത് പരിപാടിയാന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു സുജയ പാർവതിയും രേണുക്കായിട്ടുള്ള പരിപാടിയാന്ന് പറഞ്ഞു. സുജയനൊക്കെ ഒന്ന് സൂക്ഷിച്ചേക്കണോന്ന് പറഞ്ഞു. കണ്ടാ സുജയ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളുമായിട്ടാണ് അത് ഞാൻ പറയാം. കിടു രുചി പവർഡ് ബൈ കാഞ്ചന ഫുഡ്സിൽ സുജയ പാർവതി ഉണ്ടാക്കുന്ന ഡിഷ് എന്താണ്? പറയൂ. ഞാൻ ഉണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമായ, അതായത് തനി നാടൻ. ഇപ്പൊ എന്നെ കണ്ടില്ലേ അല്ലെ? തനി നാടൻ അല്ലേ? ഞാനും അങ്ങനൊക്കെ തന്നെയാ. അപ്പൊ തനി നാടൻ ലുക്കിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ തനി നാടൻ ചേരുവകൾ, പ്രകൃതിദത്തമായ ചേരുവകൾ മാത്രം. എന്ന് വെച്ചാൽ മായമില്ല, മന്ത്രമില്ല. ഓക്കെ, തുടങ്ങൂ, പറയട്ടെ. ഇളം കാറ്റിൽ ആ തേങ്ങാക്കുലകളാടുന്ന ആ പാട്ട് ഓർമ്മയില്ലേ? അപ്പോൾ ഇളം കാറ്റിൽ അങ്ങനെ എല്ലാം കൂടെ പറ്റൂല. ഇളം കാറ്റിൽ അന്ന് ആടിക്കൊണ്ടിരുന്ന തേങ്ങാക്കുലകളിലേക്ക് ചേട്ടന്റെ ശ്രദ്ധ ഒന്ന് പോകണം. ആ തേങ്ങാക്കുലയിൽ ഇടയിലായിട്ട് ഒരു വെള്ളക്കല്ല. തേങ്ങാക്കുലയിൽ എങ്ങനെയാണ് വെള്ളക്ക? അത് വേറെ കുലയല്ലേ? അത് അടുത്തുള്ള കുല. തേങ്ങാക്കുല എന്ന് പറഞ്ഞാൽ തേങ്ങ മാത്രമുള്ള തേങ്ങാക്കുലയുടെ നേരെ കിഴക്ക് ഭാഗത്തായിട്ട് ആ ചെന്തങ്ങിന്റെ മുകളിലേക്ക് ശ്രദ്ധയൊന്ന് പോട്ടെ. അവിടെ ഉണ്ടല്ലോ, അവിടെ നല്ല ഉരുണ്ട് ചെന്തങ്ങി ഇളനീർ നടക്കുന്നു. അത് കണ്ടപ്പോ ഞാനതങ്ങ് കുത്തിയിട്ടു. ആ തേങ്ങ ഇട്ടു. അതാണോ പ്രകൃതിദത്തം? അതെ. ഓക്കെ, അത് കഴിഞ്ഞാൽ മതിയോ? ബാക്കി കരിക്കുമ്പള്ള ഇഷ്ടമല്ലേ? കരിക്കുമ്പള്ളാണോ ഉണ്ടാക്കുന്നത്? അല്ല, അത് കരിക്കലുണ്ട്. അപ്പൊ ആരാണ് കരിക്കൽ വെള്ളം നിറച്ചത്? എന്താ ഉണ്ടാക്കണേ? അതാണ് ഞാൻ ഉണ്ടാക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ഇളനീർ പായസം. അതിനാണ് ഇത്രയും ബിൽഡപ്പ്. ഇളനീർ പായസം ഉണ്ടാക്കുന്നു. അതങ്ങനെ വെറുതെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തനി നാടനാണ്, പ്രകൃതിദത്താണെന്ന് മനസ്സിലാവണം. ചേട്ടാ, എന്നെ ഇതിനൊപ്പം ഇവിടെ എന്നെ എന്റെ പ്രകൃതിദത്തമല്ല, ദൈവദത്തമായിട്ടുള്ള. ദൈവദത്തം. അതായത് നമ്മളിങ്ങനെ തിരുവനന്തപുരത്തോട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ദൂരം അങ്ങനെ പോയി കഴിഞ്ഞാൽ അമ്പലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്പലപ്പുഴ പാൽപ്പായസം നമുക്ക് കിട്ടും. അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതൊക്കെ ഉണ്ടാക്കാൻ അറിയാം പിന്നില്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും പായസത്തിലേക്ക് കടക്കുന്ന വേളയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഉണ്ടാക്കാനുള്ള പാത്രം തരണം. അത് മാത്രമേ അറിയുള്ളൂ. ഗ്യാസൊക്കെ ഉണ്ടോ അല്ലേ? ഇളക്കാനുള്ള തവിയും തരും. ഗ്യാസൊക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട്, എല്ലാം സെറ്റാണ്. ഇളക്കാനുള്ള തവികൾ. അപ്പൊ ആരാണ് ആദ്യം തുടങ്ങുന്നത്? ചേട്ടൻ കത്തിച്ചോട്ടെ, പ്രായത്തിൽ മൂത്തവര് തുടങ്ങണമെന്ന്. അപ്പൊ ഇവിടെ അമ്പലപ്പുഴ പാൽപ്പായസമാണ്. ദൈവികമായത് ആദ്യം, മാനുഷികം രണ്ടാമത്. ദൈവികം ആദ്യം, പിന്നെ മായമല്ല മന്ത്രമല്ല, മാനുഷികം മാത്രം. മാനുഷികം രണ്ടാമത് മതി. ഞാൻ കത്തിക്കട്ടെ. ഞാൻ ഇവിടെ ഒരു കത്തിക്കൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാ. ഇത് ഓഫ് ചെയ്ത് വെച്ചോ.
ഇല്ല കിട്ടി സുജിയ അത് ദൈവികമായ പായസമാണ്. ഇത് മാനുഷികമായി എന്തും ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തെ ഒന്ന് പ്രാർത്ഥിക്കണം. ഈശ്വര ഭഗവാനെ രക്ഷിക്കണേ, നല്ല പായസം ഉണ്ടാക്കി തന്നെ കത്തിച്ചോളൂ. എന്താണ് ചേട്ടൻ ചെയ്യാൻ പോണേ? ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം ശുദ്ധമായ പാല് പശുവിൻ പാല് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് മുഴുവൻ ചെറിയ ഫ്ലെയിം ഞാനും കൂടി ഒഴിച്ചോട്ടെ. സമയം കളയണ്ട. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനും എടുക്കുകയാണ്. ശുദ്ധമായ പശുവിൻ പാലാണ്. അപ്പോൾ നന്ദിനി പശുവിന്റെ പാലൊഴിച്ച ഇളനീർ പായസം. നന്ദിനി പശു ഞാൻ പായസം ഉണ്ടാക്കാൻ ഈ പാൽ എടുക്കുകയാണ് കേട്ടോ. പശുവാണല്ലോ. പിന്നെ തെങ്ങിക്കറി തേങ്ങ അല്ല കുത്തി വീഴ്ത്തിയ പിന്നെ പശുവിനെ തന്നെ കറന്നു വന്ന അല്ല, നന്ദിനി പശു ചുരത്തിയ പാല് സുമതി ചേച്ചി കറന്നുകൊണ്ട് തന്നതാണ്. സുമതി ചേച്ചി തന്നെയായിരുന്നു. അതെ, സുമതി ചേച്ചി. സുമതി ചേച്ചി കറന്നില്ലെങ്കിൽ വലിയ പിണക്കമാണ്. നന്ദിനി ചവിട്ട് വന്ന പ്രത്യേകിച്ച് രേണു അങ്ങോട്ടൊന്നും പോകരുത്. ഇല്ല, ഞാൻ പാലിറക്കാൻ പോലും അത്ര ഈ പാത്രത്തിട്ട് ഇളക്കണം, അല്ലാണ്ട് നമുക്ക് ഇളക്കിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ ഇളക്കിക്കൊണ്ടാണ് രണ്ടും കൂടെ രണ്ടിളക്കം ഒരേ സമയം. ചേട്ടാ, പാചകത്തിൽ ഞാൻ ചിലപ്പോൾ വിട്ടു കൊടുത്താലും പാചകത്തിൽ വിട്ടു കൊടുക്കും. സുജിയാണ് ഇവിടുത്തെ സ്റ്റാർ. ചേട്ടാ, ആ പാല് ഏകദേശം ചെറുതായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഒന്ന് അത് കുറുകണ്ടേ? അത് പാല് കുറുകണല്ല, പാലില് എനിക്കൊരു ചേട്ടൻ നിന്ന് കുറുകുന്ന കണ്ടല്ലോ. അല്ല, ഞാൻ കുറുകാനില്ല, ഞാൻ ഈ പാൽ ഇളക്കിയതെന്നേ ഉള്ളൂ. ഈ പാലിലേക്ക് കുറുകാൻ വേണ്ടി ഇടുന്ന ഒരു സംഭവമാണ്. അതിനെ സ്പൂൺ എടുത്തിട്ട് അമ്പലപ്പുഴ പാൽ പായസമാണ്. അതെ, ഞാൻ അമ്പലപ്പുഴ പാൽ പായസം ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ, കഴിച്ചിട്ടേ ഉള്ളൂ. സുജയുടെ ഓണം എങ്ങനെയാ? സുജയ്ക്ക് ഓണം എന്താണ് ഓണത്തിൽ ഇഷ്ടം? മിക്കവാറും ന്യൂസ് റൂമിലായിരിക്കും. ഇനി അല്ലെങ്കിൽ സുജയുടെ ഓണാഘോഷമൊക്കെ എങ്ങനെ? അല്ലെങ്കിൽ ഓണം മെമ്മറീസ് ഏറ്റവും ഇഷ്ടം? ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കൂടെയുള്ള ഓണം. എൻ്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. അപ്പോൾ അച്ഛനാണ് എല്ലാ ഓണത്തിനും അച്ഛൻ തന്നെയാണ് പാചകം ചെയ്യുന്നത്. അച്ഛൻ നന്നായിട്ട് പാചകം ചെയ്യും. വാചകമുണ്ട്, മനസ്സിലായി. അച്ഛൻ എന്നെക്കാളും നല്ല അച്ഛൻ നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ പലതരത്തിലുള്ള പായസങ്ങൾ ഉണ്ടാക്കും. അതുപോലെ സദ്യയിലെ എല്ലാ വിഭവങ്ങളും, പ്രത്യേകിച്ചും ഞാൻ അച്ഛൻ ഉണ്ടാക്കുന്ന അത്രയും ടേസ്റ്റുള്ള എരിശ്ശേരി ഒന്നും പിന്നെ ഇതുവരെ ഇത്രയും കാലത്തിനിടെ കഴിച്ചിട്ടില്ല. അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അത്രയും നന്നായിട്ടുണ്ടാക്കും. ഞാൻ പറയുന്നത് മാത്രമല്ല, ബാക്കി കഴിച്ചിട്ടുള്ള എല്ലാവരും ഭക്ഷണം ഒരു വലിയ ഓർമ്മയാണ്. ഞാൻ മറ്റേ നമ്മുടെ പുകയടുപ്പിൽ എൻ്റെ വീട്ടിൽ കുട്ടിക്കാലത്തൊക്കെ ഊതിയിട്ടുള്ള അടുപ്പുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഗ്യാസ് അടുപ്പിലൊക്കെ പാചകം ചെയ്തത്. എന്റെ സംഭവങ്ങള് ഏകദേശം ഒരു ചെറുതായിട്ട് മുറുകിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതിലേക്ക് ഇനി ഒഴിക്കാനുള്ളത് പറയൂ, എന്താണ് ഒഴിക്കാൻ പോകുന്നത്? ഒരു മിൽക്ക് മെയ്ഡിന്റെ ഒരു സ്പൂൺ. അതെ, ഇതിലേക്ക് നമ്മള് അമ്പലപ്പുഴ പാൽപായസത്തിൽ എവിടെയാ മിൽക്ക് മെയ്ഡ്? അതൊക്കെ ഉണ്ട്. എന്റെ ഉണ്ണിക്കണ്ണ, ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇതിലേക്ക് പ്രകൃതിദത്തമായ നമ്മുടെ ചെന്തങ്ങിൻ കുലയിലെ ഏറ്റവും ലക്ഷണമൊത്ത കരിക്കിന്റെ കാം വരച്ചത് ഞാൻ ചേർക്കാൻ പോവാണ്. തന്നെയാണ് വരച്ചത്? പിന്നല്ലാതെ. ഓ ആണ്, ഓക്കെ, സോറി. ഞാൻ അറിഞ്ഞില്ല അത്. കുറേശ്ശെ ചേർത്ത് ഇത് ചേർത്ത് കഴിയുമ്പോഴേക്ക് ഇത് ഇളക്കി നോക്കണം. 3 സ്പൂണാണ് വേണ്ട, എനിക്ക് തനിയെ ഇളക്കുന്നതാണ് ഇഷ്ടം. മനസ്സിലായി. ഇത് എത്ര മാത്രം ആവശ്യമാണെന്നുള്ളത് നമ്മൾ ഇളക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഈ ഇൻഗ്രീഡിയൻസിന്റെ കാര്യത്തിൽ ഞാനാണ് ഇത്രയും കൂടി വന്നേക്കുന്നത്. എനിക്കിനി കുറച്ച് പഞ്ചസാര ചേർക്കാനാണ്. എനിക്ക് മധുരം ഇഷ്ടമാണ്. മാത്രമല്ല, ഇളനീർ പായസം നമ്മൾ തണുപ്പിച്ച് കുടിക്കുമ്പോൾ അതിനകത്തൊരു മധുരം വേണം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്തത്. അതിന്റെ കൂടെ ഇത് വെറുതെ പായസം മാത്രമല്ല, നേർച്ചയും കൂടിയാണ്. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും സ്റ്റേജ് ഷോ ചെയ്ത് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല? ഒരു ഓണത്തിന് ഇതുപോലെ പ്രോഗ്രാമിന് പോയി, ഒന്ന് ഡബിൾ പ്രോഗ്രാം ഉണ്ട്. അതൊരു പ്രോഗ്രാം അടൂരാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അവിടെയുള്ള ഒരു ഗ്രൗണ്ടിലാണ്. പോകുന്ന വഴിക്ക് അടൂരത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല. എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തണമില്ലാന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുന്നത്തൂരോ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അതൊരു റൂറൽ ഏരിയയാണ്. അവിടെ വെച്ചിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വർക്ക്ഷോപ്പില്ല, ഭക്ഷണം കഴിക്കാനൊരു പെട്ടിക്കട പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് വിശന്ന് പൊരിഞ്ഞ് ഈ ട്രൂപ്പിലുള്ള ആൾക്കാർ മുഴുവൻ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെയാണ്. ഞാനൊക്കെ അന്ന് കുഞ്ഞ് പരിപാടി ചെയ്യുന്നതാണ്. അപ്പോൾ വിശപ്പ് എല്ലാവർക്കും ഉണ്ടല്ലോ, അത്ര വലിയ ആർട്ടിസ്റ്റാണ്, വിശപ്പുണ്ടല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഒരു സാധാരണ സ്ഥലമാണ്. അപ്പോൾ
അവിടെ ഏതെങ്കിലും വീട്ടിൽ വണ്ടിയുടെ വർക്ക്ഷോപ്പും നന്നാക്കലും ഒക്കെ കുറച്ച് സമയം എടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ ഒരു വീട്ടിൽ ചെന്നു. എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനും വന്നു. അപ്പം ഞാൻ അവനോട് വെറുതെ ധരിപ്പിക്കാനെന്നും പറഞ്ഞു, എൻ്റെ അമ്മാവൻ്റെ വീട് ഇവിടെയാണ്, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ ഒരു ഇടത്തര ഒരു വീട്, അവിടെ കുറേ പിള്ളേരൊക്കെ ഓടി നടക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഓണത്തിൻ്റെ ഒരു ഇതൊക്കെ ഒരു മൂടുണ്ട്. അവിടെ ചെന്നു. അപ്പോൾ ഒരു ചേച്ചി ഇറങ്ങി വന്നു. ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ എന്നെ നോക്കുന്നുണ്ട്. അമ്മാവൻ്റെ വീട് നല്ല അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ചേട്ടനില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ ഇറങ്ങി വന്നു. എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ മിമിക്രിക്കാരാണ്, ഞങ്ങൾ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. ഞങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, എന്നിട്ട് പാടില്ല, ഒരു ഫുഡ് തരുമോയെന്ന് ചോദിച്ചു. തിരുവോണ ദിവസം ആ വീട്ടിൽ ആ ചേട്ടനപ്പം തന്നെ കൈ പിടിച്ചിട്ട് ഇങ്ങോട്ട് കയറുന്നു പറഞ്ഞു വീട്ടിലോട്ട്. ആ വീട്ടിൽ കയറിയിട്ട് ഞങ്ങൾക്ക് നല്ല സദ്യ ചോദിച്ചതാണ്. അപ്പോൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞു. 5 മിനിറ്റ് ഞങ്ങളവിടെ വിശ്രമിക്കാനിരുത്തി. അത് കഴിഞ്ഞിട്ട് എന്തോ പപ്പടം പറക്കാനുള്ളതിൻ്റെ ഒക്കെ സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇലയൊക്കെ വിരിച്ചിട്ട് എല്ലാവരും കൂടി ഭയങ്കര സദ്യയും കാര്യങ്ങളും, ഒന്നും മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ എമ്പക്കം വിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവിടെയുള്ളൊരു പെങ്കൊച്ച് അതൊരു ടെലിഫോൺ ബൂത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പടിഞ്ഞാറ് വശത്തുള്ളൊരു കടയിൽ എൻ്റെ ഒരു കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. ഇന്ന് വരെ എല്ലാ ആവശ്യങ്ങളും എത്ര വർഷമെന്നറിയാമോ? 10-30 വർഷം എടുക്കാറായി. ഇത്രയും വർഷം ആ വീടുകളില്ല, അവരുടെ ബന്ധു വീടുകളില്ല, എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ പോകാറുണ്ട്. എല്ലാ ആവശ്യങ്ങൾക്കും, അത് കൊച്ചിൻ്റെ ചരടുകെട്ടാണെങ്കിലും എന്താണെങ്കിലും. ഒരു തിരുവോണത്തിന് പോയിട്ട് ഒരു ഇത്തിരി ഭക്ഷണം കഴിച്ചതാണ്. ഇപ്പോഴും ആ കുടുംബങ്ങളായിട്ട് ഭയങ്കര ബന്ധമാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് വിളിക്കണ്ടേ. ഉണ്ടാക്കി പറഞ്ഞ കഥയല്ല കേട്ടോ. മനസ്സിലായല്ലോ എനിക്ക്. സുജയ ആരെങ്കിലും അങ്ങനെ വിളിക്കാറുണ്ടോ? എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്ന പ്രേക്ഷകരൊക്കെ ഉണ്ട്, കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, അങ്ങനെ വിളിക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾ ഈ പുറത്തേക്കൊക്കെ പോകുമ്പോഴേക്കും ചെന്ന് അവരുടെ വീട്ടിലെ ആളെ പോലെ തോന്നുന്നു, അങ്ങനെയൊക്കെ ചേർത്ത് അങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള നമ്മൾ ശരിക്കും ഈ ജോലി ചെയ്യുമ്പോൾ സാരിയൊക്കെ ഒത്തിരി അയച്ചു കൊടുക്കാറുണ്ട്. ഓരോ ആളുകൾ സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കും. നമുക്കുള്ള പൈസ തന്നെ കിട്ടാറില്ല. അല്ല, ഇത്തവണ ഓണക്കോടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇപ്പം എൻ്റെ ഭർത്താവൊക്കെ വാങ്ങിച്ചിരുന്നതിന് മുമ്പ് തന്നെ കുറേ ചേച്ചിമാരൊക്കെ അമ്മമാരൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അവസാന ടെസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇടാനുള്ളൂ. എന്റെ ഇടാൻ സമയമായിട്ടുണ്ട്. എന്നാ ഇട്ടോ ചേട്ടൻ, ചേട്ടൻ രഹസ്യമായിട്ട് പറഞ്ഞു എന്താ ഇൻഗ്രീഡിയന്റ്? മനസ്സിലായി, സംഭവം മനസ്സിലായി. സുജയ എന്താ ഇടണേ? എനിക്ക് രഹസ്യങ്ങളില്ല. ഇനിയിപ്പോ ഞാൻ ഇത് അമ്പലപ്പുഴ പാൽപ്പായസത്തിൽ കണ്ടൻസ് മിൽക്ക് ഇട്ടു. പക്ഷേ ഈ പായസത്തിൽ ശരിക്കും നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്ന പായസമാണ്. ഇത് ശരിക്കും കണ്ടൻസ് മിൽക്ക് ചേർക്കേണ്ട പായസമാണ്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് മധുരം വരാൻ വേണ്ടി കണ്ടോ, നമ്മളിങ്ങനെ ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ സ്നേഹത്തോടെ ആ ഒരു സ്പൂണിന്റെ അവസാനത്ത് കണ്ടോ മനോഹരമായ റോസാപ്പൂ പോലെയല്ലേ? ശുദ്ധമായ നെയ്യ് ഇവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇല്ല, ഇത് നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചെയ്യാൻ പാടില്ല. ആവശ്യമായ പ്രകൃതിദത്തമായ ചേരുവകൾ, അതിനൊപ്പം കുറച്ച് കണ്ടൻസ് മിൽക്ക്, അതും പ്രകൃതിദത്തമായ അല്ല, അത് ഉപോൽപ്പന്നമാണ്. ഞാൻ അത് എടുത്തു പറയുന്നു, ഉപോൽപ്പന്നമാണ് കണ്ടൻസ് മിൽക്ക്. അപ്പോൾ അത് ഈ മധുരം നമ്മൾ പഞ്ചസാര ചേർത്തപ്പോൾ അതിന്റെ കൂടെ കുറച്ചുകൂടി മധുരം ഇതിന് വരാൻ കാരണം ഇത് തണുപ്പിച്ച് കൂടി നമുക്ക് കഴിക്കാം, 2 രീതി കഴിക്കാം. അപ്പോൾ അന്നേരം നമ്മുടെ മധുരം കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് എത്ര അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ആദ്യം തുടങ്ങിയ നമ്മൾ ആദ്യം പാലൊഴിച്ചു, പാലിന് തിളപ്പിച്ചു, അതിൽ പുന്നല് അരി നമ്മൾ ഇട്ടു, അതൊന്ന് തിക്കാക്കി കഴിഞ്ഞിട്ട് നമ്മള് കണ്ടൻസ് കളിയാക്കിയെങ്കിലും അത് ഇട്ട് വന്നു. അത് കഴിഞ്ഞ് പഞ്ചസാര ഇട്ട് ഇളക്കി അതിന്റെ കൂടെ ഈ പാട പിടിക്കും നമുക്ക് പെട്ടെന്ന്, ഈ പാലായതുകൊണ്ട് അത് സുജയ്ക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതിനാണ് നമ്മൾ പാലിനല്ലാതെ വേറെ എന്തെങ്കിലും പാടയുണ്ടോ? പാടയൊക്കെ കരിക്കിന് പാടക്കരിക്കെന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ തോണ്ടിയെടുക്കുന്നതിന്റെ പാടക്കരിക്കെന്ന് അതൊരു പുതിയ അറിവാണ്, ഒരു അറിവും ചെറുതല്ല. എല്ലാ പരിപാടിക്കും ഒരു ക്ലൈമാക്സ് ഉണ്ട്, എല്ലാ സിനിമക്കും ഒരു ക്ലൈമാക്സ് ഉണ്ട്, എല്ലാവരുടെ ജീവിതത്തിനും ഒരു ക്ലൈമാക്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. എന്റെ പായസത്തിന്റെ ക്ലൈമാക്സ് ആയി കഴിഞ്ഞു. അത് ഏലക്കാപ്പൊടിയാണ്. കണക്കുണ്ട് സുജിയ, കണക്കുണ്ട്. തവിപ്പാകം ഇടുന്നു. അവനെ സ്മെല്ലെത്തി.
അവിടെ കരിക്കിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. വേഗത്തിലല്ല കാര്യം. സുജ ഇപ്പോഴും അതിലാണ് പിടിച്ചു നിൽക്കുകയാണ്. കരിക്കിന് സ്മെല്ല് വരില്ല. കറന്ന പാല് ഇത് നമ്മുടെ ക്ഷമയോടെ പാചകം ചെയ്യണം. ക്ഷമയോടെ പാചകം ചെയ്താലേ ഏറ്റവും രുചികരമായ, നമ്മളിപ്പോ ഒരു വാർത്ത വന്നാൽ ആ വാർത്തയിൽ നമ്മൾ ക്ഷമയോടെ അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കണം. അതല്ലാതെ നമ്മൾ വേഗത്തിൽ എടുത്തു കൊടുത്ത് നമ്മൾ ഒരാളെയും വിധിക്കാൻ നിൽക്കരുത്. അതിന്റെ ഒരു വ്യക്തിപരമായുള്ള ഒരു തീരുമാനമാണ്. ഞങ്ങളുടെ ചാനലിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആരെയും വിധിക്കാൻ നമ്മൾ ആളല്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പായസം അല്പം വൈകിയെങ്കിലും എന്നെയും വിധിക്കരുത്. ഇല്ല, വിധിക്കില്ല. പക്ഷെ തീരും. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞു. അല്ല, പായസമായിട്ട് ഇത് രേണു ഇതുവരെ കുടിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ലത് ഞാൻ പറയുന്നില്ല. എന്നെക്കാളും നന്നായി ഉണ്ടാക്കുന്ന ഒരുപാട് ഷെഫുമാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രിയപ്പെട്ട ഷെഫുമാർക്ക് എല്ലാവർക്കുമായിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടുള്ള എന്റെ ഹോം മെയ്ഡ് ഷെഫ് എന്റെ അച്ഛന് വേണ്ടി അവിടുത്തെ കാര്യം എന്തായി? ഇവിടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുവാണ്. ഇളനീർ പായസമാണ്. അപ്പൊ ഇളനീരിന്റെ ഞങ്ങൾ കുറച്ചേരായിട്ടോ ഞാൻ ഓഫ് ചെയ്തു. ഇതിപ്പോ ശരിയാക്കി തരാം. ഇതിപ്പോ ശരിയാക്കി തരാം. ഞാൻ മൊയ്തീനെ ആ സ്പൂൺ സ്പൂൺ തന്നു. മൊയ്തീനെ നമുക്ക് ഇപ്പൊ തിള വന്നു കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഇതിന്റെ ഈ പാത്രത്തിന്റെ നമ്മൾ ഇതിന്റെ എപ്പോഴും അറിയുന്നതറിയും, പാത്രത്തിന്റെ വക്കില്, അതായത് താഴെ കണ്ടോ നന്നായിട്ട് ഇളക്കുക, അടുക്കി പിടിക്കരുത്. ഇത് ആ ഇളനീരിന്റെയും പാലിന്റെയും ചേർന്നിട്ടുള്ള കണ്ടോ ഒരു പാടേന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ടെക്സ്ചർ വന്നു. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് നമ്മൾ നേരത്തെ അരച്ചതിന്റെ ബാക്കി, വടക്കേ പറമ്പിലെ കരിക്കിന്റെ ചെന്തങ്ങിന്റെ ആ ഇളനീരിന്റെ ബാക്കിയാണ്. അപ്പോ ഇനി ഇതിനകത്ത് ചെയ്യേണ്ടത് അവസാനമായിട്ട് നമ്മൾ തീ സിമ്മിലേക്ക് മാറ്റണം. ഇപ്പൊ നമ്മൾ തിള വന്നു, നമ്മുടെ കറക്റ്റ് പാകമായി. ഇതിപ്പോ രേണു നമ്മൾ അതിനകത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതിന്റെ കൂടെ അടുക്കി പിടിക്കാതെ നോക്കണം. അതിന്റെ കൂടെ നമ്മൾ ഏകദേശം, അതായത് നമ്മൾ ഒരു കരിക്കിന്റെ പകുതി അരച്ചിട്ടുണ്ടെങ്കിൽ മറുപകുതി ഉണ്ടല്ലോ നടുവേ മുറിച്ച് കഴിയുമ്പോൾ ആ മറുപകുതിയിലെ ഭാഗങ്ങൾ ഇതാ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കണം. ചെറിയ പീസായിട്ട് കണ്ടോ, ഒരു പീസിന്റെ അതായത് കുഞ്ഞു പീസായിട്ട്. ഇതാണ് നമ്മൾ ഇളനീർ പായസം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് തണുപ്പിച്ച് എടുക്കുമ്പോഴത്തേക്കും ഇത് ഇളനീർ പുഡിംഗ് ആയിട്ട് മാറും. പായസം തന്നെ നമുക്ക് പുഡിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് പല വിഭവങ്ങളാക്കി ഞാൻ ഇതിനെ മാറ്റും. അതൊരു പായസം മാത്രമാണെങ്കിൽ ഇത് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്ന പോലെ ഇത് മൾട്ടി ഡിഷാണ്. മൾട്ടി ഡിഷാണ്. മീനും കൂടി ഇട്ട് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞാണ് ചെറിയ പൊടിമീൻ കൂടി ഇട്ട് കഴിഞ്ഞാല് വേറെ നോക്കാം. അല്ല, പൊടിമീനൊന്നും ഇല്ല. ഇത് വെജാണ്. കരിക്കിട്ടു. ഇത് പണ്ടൊരു അമ്മാവന്റെ കഥയുണ്ട്. രേണു കേട്ടിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞോളൂ. ധർമ്മജൻ ചേട്ടാ കേട്ടിട്ടുണ്ടോ? ഈ പായസം കുടിച്ചൊരു അമ്മാവന്റെ കഥയാണ്. അപ്പം ഒരു അമ്മാവൻ ഇങ്ങനെ സദ്യക്ക് അവസാനമായിട്ട് മറ്റേ 3 കൂട്ടം പായസമുള്ള വലിയ സദ്യ, അതിൽ അവസാനം ഈ ഇളനീർ പായസം കൊണ്ടു കൊടുത്തു. അപ്പൊ ആദ്യത്തെ പായസമൊക്കെ എല്ലാം കൃത്യമായിട്ട് അതിന്റെ ഒരു പരിപ്പ് പായസം അങ്ങനെയുള്ള ഗ്രേവി ടൈപ്പ് പായസങ്ങളാണല്ലോ. അപ്പൊ ഇത് ഗ്ലാസ്സിൽ ഒഴിച്ചാണ് കൊണ്ടു കൊടുത്തത്. അപ്പൊ ഈ പായസം കുടിച്ചിട്ട് അമ്മാവൻ ഇപ്പുറത്തിരുന്ന കൂട്ടുകാരനോട് പറയാണ്, കുറച്ച് പ്രായമായ അമ്മാവനാണ്, പറഞ്ഞു, എടാ ഇവന്മാരുണ്ടല്ലോ സമയം തികയാതെ അവസാനം 3ാമത്തേത് തികയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പോലും ശരിക്കും അതൊന്നും പിഴിഞ്ഞിട്ടൊന്നും അതേ കിടക്കുന്ന കഷണമല്ല എനിക്ക് കിട്ടിയെന്ന് ഇളനീർ പായസം. അപ്പോ എന്റെ ഇനി ഇതിപ്പോ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 ഇതെടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്. 4 ബദാം, 4 ബദാം. ഇത് പായസമാണ്. കിഡു രുചി പവർഡ് ബൈ കാഞ്ചന ഫുഡ്സിൽ നമ്മൾ ആ ഒരു സമയത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഇത് രുചിച്ച് നോക്കുന്ന വേളയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു വശത്ത് ഞാൻ പ്രാർത്ഥിച്ചോട്ടെ, ഒരു വശത്ത് ബിഗ് ടിവിയുടെ ചീഫ് എഡിറ്ററായ സുജിയ പാർവതി ആണെങ്കിൽ മറുവശത്ത് ധർമ്മജൻ ചേട്ടനാണ്. ഇവിടെ അമ്പലപ്പുഴ പാൽപ്പായസമാണെങ്കിൽ മറുവശത്ത് പലതരത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഇളനീർ പായസമാണ്. അത് ദത്തമായ ചേരുവകളെ തയ്യാറാക്കിയ ഇളനീർ, ഇത് ദൈവദത്തമായ അമ്പലപ്പുഴ പായസം, പാൽപ്പായസം. അപ്പൊ രണ്ടും ഞാൻ രുചിക്കാനായിട്ട് പോവാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നോക്കട്ടെ. ഞാനിത് എല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ചേട്ടന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അല്ല, പൂവൊന്നുമില്ല, കളർഫുൾ ഒന്നുമില്ല, ആകെ ബദാം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കിഡു രുചി പവർഡ് ബൈ കാഞ്ചന ഫുഡ്സിൽ ഒരു വശത്ത് ദൈവികമായ അമ്പലപ്പുഴ പാൽപ്പായസമാണെങ്കിൽ മറുവശത്ത് പ്രകൃതിദത്തമായ ഇളനീർ പായസമാണ്. അപ്പം ആദ്യം ചേട്ടന്റെ പായസത്തിനെ കുറിച്ച് അത് കുടിക്കാൻ വരുന്ന ഒരാളോട് കുടിക്കാൻ വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. എന്നാലും അതൊരു തൂശനിൽ ഇട്ടിട്ട് അതിലേക്ക് പായസം ഇട്ട് പപ്പടം പൊടിച്ച് അതിനെ മേലേക്ക് പായസം ഒഴിച്ച് പറ്റുമെങ്കിൽ ഒരു പഴത്തിന്റെ കഷ്ണം കൂടി ഇട്ട് നല്ല കുഴച്ച് അതിന്റെ അവസാനം വരെ നമ്മളിങ്ങനെ നക്കി തുറച്ച് തിരുന്നതാണ് പായസം രീതി. ഓക്കെ, ഇവിടെ എന്താണ്
ഇത് രേണുവിനെ കാണുമ്പോ തന്നെ പിന്നെ ഉറപ്പായിട്ടും ഇത് നോക്കൂ, ആ ഇളനീർ, അതായത് ആ ഒരു കരിക്കായിരുന്നു ഇത്. അതെ അല്ലെ, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ഉയരത്തിൽ ഒരു തെങ്ങിന്റെ മുകളിലായിരുന്നു ഇത്. സുജയ കുത്തിയിടുന്ന താഴേക്ക് കൊണ്ടുവരുന്നു. അതിനെ നമ്മൾ അതിനുള്ളിലെ കാമ്പും വെള്ളവും എല്ലാം ഒരു മനുഷ്യ പറ്റുമില്ലാതെ അതെല്ലാം ഞാൻ ചീന്തിയെടുത്തു. ശരിക്കും ക്രൂരതയാണ് കാണിച്ചത്. പക്ഷെ അത് ഇത്രയും മനോഹരമായ ഒരു വിഭവമായി മാറുമ്പോൾ ആ തെങ്ങിനോട് ക്ഷമിക്കുമായിരിക്കും. തെങ്ങിനെ ആരും കുറ്റം പറയുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇളനീർ പായസം. പ്രകൃതിദത്തമായ ചേരുവകൾ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന, എന്നാൽ ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന പായസം. ഈശ്വര മതി. അപ്പൊ ഞാൻ ആസ്വദിച്ചോട്ടെ, ഉറപ്പല്ലേ ചേട്ടാ? കുട്ടിക്കാട്ടോ. അടിപൊളി ആണോ? ആണ്. ആ നെയ്യുടെ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ളേ നല്ല മണം. സുജി ഏലക്കായുടെ ഒരു മണം, എല്ലാ സാധനവും ഉണ്ട്. സുജിയെ നോക്കി നിൽക്കുവാണ്. ഞാൻ സുജിയുടെ പായസം. ഓക്കെ, അപ്പൊ ബിഗ് ടിവിയുടെ ചീഫ് എഡിറ്റർ സുജിയ പാർവതി ഉണ്ടാക്കിയ ഇളനീർ പായസം, കുറെ വലിയ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ ആ ഇളനീർ പായസമാണ് നന്ദിരി പശു. കഥകൾ ഉറങ്ങുന്ന പായസമാണ്. ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ കുടിക്കാൻ രേണുവിന് പറ്റും, കാരണം രേണുവിന് ആ നിഷ്കളങ്കത ഉണ്ടല്ലോ. കുട്ടിക്കട്ടെ, സത്യമായിട്ട് എനിക്കൊരു ആകാംക്ഷയും ടെൻഷനും ഒക്കെ ഉണ്ട് രേണുവിന് ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. എനിക്കില്ല, എനിക്കറിയാം. എനിക്കിതിന് മണം അടിച്ചറിയാം ഉഗ്രനാന്ന്. ചേട്ടാ ഇതൊരു പടി, ഒരു പടി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആദ്യം സത്യമായിട്ട് കഴിച്ച പായസം ഇതുകൊണ്ടാണെന്ന് പറഞ്ഞത്. ഇതിന്റെ പേരില് ബിഗ് ടിവിന്ന് വലിയ കയറ്റമൊന്നും കിട്ടുമെന്ന് വിചാരിക്കണം. വിത്തൗട്ട് ഫിയർ, വിത്തൗട്ട് ഫേവർ. എന്നെ ഫേവർ ചെയ്തിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ രേണു, ചേട്ടൻ ഇഷ്ടപ്പെടുമോ നോക്കാം. സുജയുടെ ന്യൂസ് റീഡിങ് ഭയങ്കര കട്ടിയാണ്, ശക്തമാണ്. പക്ഷെ പായസം ഭയങ്കര സോഫ്റ്റാണ്, ടേസ്റ്റാണ്. താങ്ക് യു ചേട്ടാ. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞല്ലോ. അപ്പൊ ഓണത്തിന്റെ പാചകം വിജയിച്ചു. ഓണത്തിന്റെ പാചകം വിജയിച്ചു. ഇനി ഇവിടെ ഇത്രയും നേരവും കിടു രുചി. എനിക്ക് ചേട്ടന്റെ പായസം തന്നില്ല. നല്ലല്ലേ? നല്ല പായസ. ആ നെയ്യുടെ ഒരു ഇത് നല്ല കറക്റ്റ് മധുരമാണ്. മധുരം, അതെ. കറക്റ്റ് അരിയൊക്കെ നല്ല കൃത്യമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അധികം കുഴഞ്ഞു പോയിട്ടില്ല. അങ്ങനെ കിടു രുചിയാണ്. എനിക്ക് ആ പായസം നല്ലതാ. കിടു രുചികളാണ്. അപ്പൊ കിടു രുചി പവേർഡ് ബൈ കാഞ്ചന ഫുഡ്സിൽ ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ സുജയ ചോദിച്ച പരിപാടിയാണ്. സമ്മാനം ചോദിച്ചു. ശരിക്കും സമ്മാനമുണ്ട്. ശരിക്കും സമ്മാനമുണ്ട്. ഞാൻ എൻ്റെ വക 2 പേർക്കും കാഞ്ചന ഫുഡ്സിന്റെ സമ്മാനങ്ങളാണ് തരുന്നത്. 2 പേരും നിറ കൈ എന്റെ മനസ്സോടുകൂടി ആ സമ്മാനം. ഇതൊന്നും കുറെ ഉണ്ടല്ലോ, കൊണ്ടുപോകാം. എല്ലാ പായസം ഉണ്ടാക്കി ഇത്രയും സമയം എടുത്തു. 5 പായസം. 5 പായസം ഇത് ഇന്ന് ഉണ്ടാക്കി തീരുവോ? മതി. വെറുതെ നടക്കുന്നതാണെങ്കിലും നല്ല 2 പായസങ്ങൾ എനിക്ക്, കിടു പായസങ്ങൾ എനിക്ക് കിട്ടി. അപ്പൊ പ്രേക്ഷകർക്ക് നമുക്ക് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് ഇന്നത്തെ ഓണത്തിന് ഓണാശംസകൾ. ഇന്നത്തെ തിരുവോണം പൊളിയാക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഓണം പൊളിയാക്കാന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ചേട്ടൻ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാ? അതിന് ആർക്കോ ഗ്ലാസ് അതും കൂടി വെച്ചിട്ട് അപ്പോൾ താങ്ക് യു എവ്രി വൺ. കിടു രുചി പവർഡ് ബൈ കാഞ്ചന ഫുഡ്സ് ഇവിടെ ഇന്ന് പര്യവസാനിക്കുകയാണ്. വിത്ത് ബിഗ് ടിവിയുടെ ചീഫ് എഡിറ്റർ സുജയ പാർവതി, നമ്മുടെ പ്രിയപ്പെട്ട ധർമ്മജൻ ചേട്ടൻ, പിന്നെ ഞാൻ. കിടു രുചി പവർഡ് ബൈ കാഞ്ചന. Associate sponsorship Kerala Dinesh. Coconut milk From Kerala Dinesh. Powered by Craze Biscuits. ഏവർക്കും എന്റെയും ക്രേഷിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.